മാർച്ച് 2024 മുതൽ GSTR 1-ലും GSTR 3Bയിലും GSTR 2Bയിലും വന്നിട്ടുള്ള ചില മാറ്റങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ജനുവരി 2024 മുതൽ GSTR 1-ൽ 2 പുതിയ ടേബിളുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ടേബിൾ 14, ടേബിൾ 15. ടേബിൾ 14 സപ്ലൈസ് മെയ്ഡ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. ടേബിൾ 15 സപ്ലൈസ് അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5. ഇതിൽ ടേബിൾ 15 സപ്ലൈസ് അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5. ഇത് ചില നോട്ടിഫൈഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്ന ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു സെക്ഷനാണ്. ഇത് പ്രകാരം ഈ സർവീസസ് സപ്ലൈ ചെയ്യുന്ന ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ GST അടയ്ക്കണം. സർവീസുകൾ ഇതിൽ വരുന്ന സർവീസുകൾ ഇതൊക്കെയാണ്: സർവീസസ് ഓഫ് ദ പാസഞ്ചർ ട്രാൻസ്പോർട്ട്, ഹൗസ് കീപ്പിംഗ് സർവീസസ്, അക്കോമഡേഷൻ സർവീസസ്, റെസ്റ്റോറൻറ്റ് സർവീസ് ഇൻക്ലൂഡിംഗ് ക്ലൗഡ് കിച്ചൺ. അപ്പോൾ ഇതനുസരിച്ച് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ GST അടയ്ക്കേണ്ടതാണ്. മാർച്ച് മാസത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ടേബിൾ 14, ടേബിൾ 15 ഈ 2 ടേബിളുകളും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഡാറ്റ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപയുടെ സപ്ലൈസ് തെറ്റായി 1,00,000 രൂപ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പരിഹാരം ആയിട്ട് GSTN ടേബിൾ 14A, ടേബിൾ 15A ഈ 2 പുതിയ ടേബിളുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ടേബിൾ 14A അമെൻഡഡ് സപ്ലൈസ് മെയ്ഡ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഇൻ GSTR 1. അതുപോലെ തന്നെ ടേബിൾ 15A അമെൻഡഡ് സപ്ലൈസ് അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഇൻ GSTR 1 ഓർ IFF. ഈ 2 ടേബിളുകളാണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും GSTR 1 മാർച്ച് മാസം മുതലുള്ള GSTR 1-ൽ അമൻ റെക്കോർഡ് ഡീറ്റെയിൽസിൽ ഈ 2 ടേബിളുകൾ വന്നിട്ടുണ്ട്. 14A അമൻഡഡ് സപ്ലൈസ് മെയ്ഡ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ, 15A അമൻഡഡ് സപ്ലൈസ് അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5. ഇതിൽ ഉള്ള പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, ഈ അമൻഡഡ് ടാക്സബിൾ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള ടാക്സബിൾ വാല്യൂസ് ടേബിൾ 3.1.1 സീരിയൽ നമ്പർ 2 GSTR 3Bയിലെ ഈ ടേബിളിൽ ടേബിൾ 3.1.1 സീരിയൽ നമ്പർ 2-ൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അത് GSTR 1-ലെ ടേബിൾ 14A ക്ലോസ് B കോളം B അതിൽ നിന്ന് ടേബിൾ 3.1.1 സീരിയൽ നമ്പർ 2-ലേക്ക് തന്നെ അപ്ഡേറ്റ് ആവും. അതുപോലെ തന്നെ ടേബിൾ 15A അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് B2B ആണോ അല്ലെങ്കിൽ B2C ആണോ അല്ലെങ്കിൽ URP to B, അതായത് അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നത് URP to B. അതുപോലെ തന്നെ URP to C, അതായത് അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ നിന്ന് അൺരജിസ്റ്റേർഡ് പേഴ്സൺ തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബയ്യറും സെല്ലറും അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ URP to C. ഇതിൽ URP to Bയിൽ ബയ്യർ രജിസ്റ്റേർഡ് പേഴ്സണും സെല്ലർ അൺരജിസ്റ്റേർഡ് പേഴ്സണുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ അമൻഡഡ് ടാക്സബിൾ വാല്യൂ ടേബിൾ നമ്പർ 15Aയിലത്തെ അമൻഡ് ചെയ്തിട്ടുള്ള വാല്യൂ GSTR 3Bയിൽ ടേബിൾ 3.1.1 ക്ലോസ് 1-ൽ അപ്ഡേറ്റ് ആവും. അതുപോലെ തന്നെ ഈ ഇൻവോയ്സിൽ ഒരു അപ്ഡേഷനും വരില്ല. ഈ ടേബിൾ 15Aയിൽ നിന്ന് ഈ ഇൻവോയ്സിൽ അപ്ഡേഷൻ വരില്ല. അത് സാധാരണ പോലെ GSTR 1-ൽ നിന്ന് 1-ലേക്ക് ഈ കൊമേഴ്സ് ഓപ്പറേറ്റർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരമുള്ള ഈ കൊമേഴ്സ് ഓപ്പറേറ്റർ ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ ഈ ഇൻവോയ്സിൽ നിന്ന് ഫോം GSTR 1-ലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ടിൻ്റെയും ക്രെഡിറ്റ് നോട്ടിൻ്റെയും അമെൻമെൻറ്റ് ഈ കൊമേഴ്സ് ഓപ്പറേറ്റർ സാധാരണ പോലെ
GSTR 1-ലെയോ IFF-ലെയോ ടേബിൾ 9C-യിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് GSTR 1-ൽ ടേബിൾ 14-നെയും ടേബിൾ 15-നെയും ആഡ് ചെയ്തുകൊണ്ട് GSTR 2Bയിൽ എന്തൊക്കെ ചേഞ്ചസാണ് വരുന്നത് എന്നാണ് നമ്മൾ ഇത് നോക്കുക. GSTR 2Bയിൽ ഒരു പുതിയ ടാബ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഈക്കോ ഡോക്യുമെൻറ്റ്സ് അമെൻമെൻറ്റ്. അത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഏറ്റവും താഴെ GSTR 2Bയിൽ ഈക്കോ ഡോക്യുമെൻറ്റ്സ് അമെൻമെൻറ്റ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ 14-നെയും ടേബിൾ 15-നെയും വന്നിട്ടുള്ള അമെൻമെൻറ്റുകൾ എല്ലാം ഈ GSTR 2Bയിൽ നമുക്ക് കാണാം. അതിൽ ഈക്കോ വൈസ് ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ്, അങ്ങനെ 2 തരത്തിൽ കാണാൻ പറ്റും. ഇതാണ് GSTR 2Bയിൽ വന്നിട്ടുള്ള മാറ്റം. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.